ഇറാൻ ഇസ്രായേൽ സംഘർഷം ശക്തി പ്രാപിക്കുമ്പോൾ ഇറാൻ്റെ പരമോന്നത നേതാവ് ബങ്കറിലേക്ക് മാറിയതായി റിപ്പോർട്ടുകൾ വന്നു. ആയത്തുള്ള അലി ഖമേനി എവിടെയാണ് ഒളിവിൽ കഴിയുന്നതെന്ന് അറിയാമെന്ന് കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ ലക്ഷ്യമിടാൻ വളരെ എളുപ്പമാണ്, എന്നാൽ അദ്ദേഹത്തെ തൽക്കാലം വധിക്കില്ലെന്നും ട്രംപ് പറഞ്ഞു. ക്ഷമ നശിക്കുകയാണെന്നും നിരുപാധികം കീഴടങ്ങുകയാണ് നല്ലതെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനിടെ ആയത്തുള്ള അലി ഖമേനിയുടെ ബങ്കർ സ്ഥിതി ചെയ്യുന്ന ടെഹ്റാൻ പ്രദേശം ഇസ്രായേൽ വ്യോമസേന ആക്രമിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നു. ഇസ്രായേലി ചാനൽ 9 പരാമർശിച്ച് അസർബൈജാൻ മാധ്യമമായ ബാക്കു WS റിപ്പോർട്ട് ചെയ്തത് ഖമേനിയുടെ ബങ്കർ സ്ഥിതി ചെയ്യുന്ന ഇറാൻ തലസ്ഥാനത്തെ ഒരു ജില്ലയിൽ ഇസ്രായേൽ വ്യോമസേന വ്യോമാക്രമണം നടത്തുകയാണെന്നാണ്. ഇറാനിയൻ ഏജൻസിയായ നൂർ ന്യൂസിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് ടെഹ്റാൻ്റെ കിഴക്കൻ ഭാഗത്ത് ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം നടത്തി. കൂടാതെ ഇറാൻ്റെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കെട്ടിടത്തിന് നേരെ ഷെല്ലാക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. US-ൽ നിന്ന് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രായേൽ ആവശ്യപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇറാൻ്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രായേൽ ആവശ്യപ്പെടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഖമേനിയുടെ ബങ്കർ ആക്രമിക്കാനാണെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. US സൈന്യം വികസിപ്പിച്ചെടുത്ത പ്രത്യേക ആയുധങ്ങളിലൊന്നാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ. GBU 57AB എന്ന മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ US സൈന്യത്തിലെ ഏറ്റവും ശക്തമായ നോൺ ന്യൂക്ലിയർ ബസ്റ്റർ ബോംബാണ്. ഏകദേശം 14,000 കിലോഗ്രാം ഭാരമുണ്ടതിന്. ഭൂഗർഭ ബങ്കറുകൾ, ആണവ സൗകര്യങ്ങൾ തുടങ്ങിയ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്നതിനാണ് ഇവ വികസിപ്പിച്ചെടുത്തത്. ബങ്കറുകളിൽ കഴിയുന്ന ശത്രുവിനെ ഇല്ലാതാക്കാനാണ് പലപ്പോഴും ഈ ബോംബ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഖമേനിയെ ലക്ഷ്യമിടാനാണെന്ന അഭ്യൂഹം പരക്കുന്നത്. 2000-ൻ്റെ തുടക്കത്തിൽ നോർത്രോപ്പ് ഗ്രൂമാനും ലോക്ഹീഡ് മാർട്ടിനും ചേർന്നാണ് മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ ആദ്യമായി വികസിപ്പിച്ചെടുത്തത്. മണ്ണ്, പാറ, കോൺക്രീറ്റ് എന്നിവയിൽ തുളച്ചു കയറാൻ ബങ്കർ ബസ്റ്റർ ബോംബിനാകും. ലക്ഷ്യസ്ഥാനത്ത് തുളച്ചു കയറി സെക്കൻഡുകൾക്ക് ശേഷം മാത്രമാകും ബോംബ് പൊട്ടുക. ഇതിനായി പ്രത്യേക ഫ്യൂസ് ബോംബിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ലക്ഷ്യസ്ഥാനം നിർണ്ണയിക്കാൻ ലേസർ ഗൈഡഡ് GPS സംവിധാനവും ബോംബിലുണ്ട്. 6-ാം ദിവസവും ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. അടിച്ചും തിരിച്ചടിച്ചും ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോവുകയാണ്. ബുധനാഴ്ച പുലർച്ചെ ടെലവിവിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ടെലവിവിലേക്ക് ഇറാൻ ഹൈപ്പർസോണിക് മിസൈൽ തൊടുത്തുവിട്ടു. ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച വിവരം ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോർ അറിയിച്ചു. അതിനിടെ ശക്തമായ പ്രതികരണവുമായി ആയത്തുള്ള അലി ഖമേനി എത്തുകയും ചെയ്തു. ഒരു കരുണയും വേണ്ടെന്ന് ഖമേനി X-ലെ കുറിപ്പിൽ കുറിച്ചു. പോരാട്ടം ആരംഭിക്കുകയാണ്. ഇസ്രായേൽ ഭരണകൂടത്തിന് ശക്തമായ മറുപടി നൽകണം, അദ്ദേഹം X-ലെ കുറിപ്പുകളിലൂടെ ആവശ്യപ്പെട്ടു. ഖമേനിയെ തകർക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് ഇസ്രായേലും US-ഉം പ്രഖ്യാപിച്ചിരുന്നു. അതിനിടെ 84-കാരനായ ഖമേനി സൈന്യത്തിന് ആക്രമണത്തിൻ്റെ നിയന്ത്രണം നൽകിയെന്ന് റിപ്പോർട്ടുകൾ വന്നു. ഇസ്രായേലിനും US-നും വെല്ലുവിളി ഉയർത്തുന്നത് ഖമേനിയുടെ നിലപാടുകളാണ്. അതിനാലാണ് US ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആവശ്യപ്പെടുന്നത് ഖമേനിയെ തകർക്കാനാണെന്ന സംശയം ഉയരാൻ കാരണം.